നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ചിന്തിക്കുന്ന ആളുകളാണല്ലേ. പക്ഷെ മനുഷ്യരാണ്, എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ഒന്ന് നെഗറ്റീവായി പോവുമല്ലേ. അതേപോലെ തന്നെ ഓരോരോ തീരുമാനങ്ങൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഉണരുമ്പോഴും നമുക്ക് ഓരോരോ തീരുമാനങ്ങളായിട്ടായിരിക്കും എണീക്കുന്നത്. അതേപോലെ തന്നെ അതൊരു ടൈം ടേബിൾ പോണക്ക് വെച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ പാളിപ്പോവാറുണ്ടല്ലേ. അതേ പോണക്കുള്ള ഒരു കുറച്ച് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. രേഷ്മിയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് രാവിലത്തെ തന്നെ ഒരു രാവിലത്തെ കുറച്ച് ഓട്ടപ്പാച്ചിലിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് യോഗ, ഫേസ് എക്സർസൈസ്, ഫേസ് മസാജ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വെറുതെ ആഹാരമൊക്കെ കഴിച്ചിട്ട് തടി വെച്ചു. ഇവിടെ എല്ലാവരും പറയാൻ തുടങ്ങി മത്തങ്ങ പോണക്കായിട്ടുണ്ട്, നല്ല സ്ലിമ്മായിട്ടിരുന്ന ഫേസ് മത്തങ്ങ പോണക്കായിട്ടുണ്ട്, അതേപോലെ തന്നെ വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇതേ ഉള്ളൂ സ്ലിം ആവാൻ പറ്റിയൊരു ഇത്. അപ്പം വേറെ എങ്ങൊന്നും പഠിച്ചതൊന്നുമല്ല, നമ്മുടെ സ്വന്തം യൂട്യൂബിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെയും പലരുടെയും വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് എനിക്ക് സ്യൂട്ടായിട്ടുള്ളത് നോക്കിയെടുത്ത് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ ഫേസ് യോഗ, ഫേസ് എക്സർസൈസ്, ഫേസ് മസാജ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സമയമെടുത്ത് തന്നെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ സമയമെടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അലാറത്തിൻ്റെ സമയമൊക്കെ മാറ്റി 5 മണി എന്നുള്ളത് 4 മണിയിലേക്കാക്കി. അപ്പോൾ എക്സർസൈസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും 5:30 ആയിട്ടുണ്ട്. എന്നാണ്ട് നിങ്ങളെ ഞാൻ സമയം കാണിക്കാം. 5:30 ആയിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഞാൻ അടുക്കളയിൽ കയറിയായിരുന്നു കേട്ടോ. അടുക്കളയിൽ കയറി എല്ലാം ഒരുവിധം ഒന്ന് സെറ്റാക്കിയിട്ട് കാപ്പിക്കുള്ളതൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത്. കണ്ടേ നമുക്ക് 5:30 ആയിട്ടുണ്ട്. എങ്കിലേ നമ്മുടെ സ്വന്തം കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഓടിപ്പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയുന്ന അവിയൽ പരുവമാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ അടുക്കളയിൽ കയറി എല്ലാം സെറ്റാക്കിയത്. കാരണം ഇന്ന് പാർത്തമോൻ സ്കൂളിൽ പോകണം, അണ്ണന് ജോലിയുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ തന്നെ എണീക്കുകയും ചെയ്തത്. പിന്നെ 5:30 ആയതുകൊണ്ട് നമുക്ക് ജനലൊക്കെ ധൈര്യമായിട്ട് തുറന്നിടാം. കാരണം അമ്പലത്തിലെ നല്ല ഭക്തിഗാനമൊക്കെ ഇങ്ങനെ ഒഴുകി 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 വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളൊരു സമയമാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഞാൻ തുടങ്ങിയ ഒരു ശീലം എന്ന് പറഞ്ഞാൽ നെയ്യ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് ഉരുക്കിയിട്ട് വെറും വയറ്റിൽ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു, നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും ഒരുപാട് നല്ലതാണ് നെയ്യ് ഇങ്ങനെ വെറും വയറ്റിൽ കഴിക്കുന്നത്. വെറും വയറ്റിലെന്നല്ല, ഏത് രീതിയിലാണെങ്കിലും ഡെയിലി കുറച്ച് ഒരു സ്പൂൺ പോലും വേണ്ട, ഒരു ശകലം നെയ്യ് വീതം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് നല്ലതാണ്. അപ്പം നമുക്കിന്ന് രാവിലെ കാപ്പിക്ക് പുട്ടും കടലയാണ്. കടല വേവുന്നതിൻ്റെയാണ് ഈ കുക്കറിൻ്റെ കൂടെ ചീറ്റുന്നത്. അപ്പം പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ചൂടുവെള്ളം കുടിക്കുന്നത്, നമ്മുടെ ഹെയർ കിളിക്കാനുള്ള ചൂടുവെള്ളം കുടിക്കുന്നത്. അതും കഴിഞ്ഞതിന് ശേഷമായിരിക്കും കട്ടൻ കാപ്പിയോ ചായയോ കാപ്പിയോ എല്ലാം കുടിക്കുന്നത്. ഇപ്പം പിന്നെ കാപ്പി ഒഴിവാക്കി. ഞാനൊരു കാപ്പി ഭ്രാന്തിയായിരുന്നു, പക്ഷേ കാപ്പിയൊക്കെ ഒഴിവാക്കി. പിന്നെ ഇപ്പം കട്ടനാണ് കുടിക്കുന്നത്. അങ്ങനെ കുടിക്കാമെന്നും പറഞ്ഞിരുന്നപ്പോൾ, കാരണം കാലാവസ്ഥ നല്ല കാലാവസ്ഥയല്ലേ, മഞ്ഞൊക്കെ ആയതുകൊണ്ട് രാവിലത്തെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കാലാവസ്ഥയാണ് രാവിലെ. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കുറുമ്പി പൂച്ചയുണ്ട്, അവൾ വന്നു. അവളുടെ പേര് കിങ്ങിണി എന്നാണ്. അപ്പോൾ അവൾ വന്നു. അവളെ ഒന്ന് കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പാർത്തമ്മോൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുക്കേക്ക് വന്നു. അയാൾ കാപ്പിയോ ചായയോ അങ്ങനത്തെ കട്ടനോ ഒന്നും കഴിക്കുന്ന ഒരു ആളല്ല, അതൊന്നും കഴിക്കത്തില്ല. അപ്പം അവനും വന്നു. അവനെ കണ്ടപ്പോൾ അവൻ്റെ ഇടയ്ക്കലും ഭയങ്കര ബഹളം. അവനും ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത്. അവളെ കാണാൻ പറ്റത്തില്ല കേട്ടോ ദൂരെ നിന്ന്, കാരണം അവൾ നല്ല കറുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവളെ ഒന്ന് നിങ്ങളുടെ ഇടയ്ക്കലൊന്ന് കാണിക്കാമെന്ന് കരുതി. അവൾ കുഞ്ഞു കൊച്ചാട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ നമുക്കത് വലുതായിട്ട് തോന്നുമെങ്കിൽ അവൾ കുഞ്ഞു കൊച്ചാണ്. അപ്പം അവളെ കളിപ്പിച്ചു. അതിനൊക്കെ കഴിഞ്ഞ ശേഷം അവൾ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുക. എന്താന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫുഡിന് വേണ്ടി നിൽക്കുക പുള്ളിക്കാരി. ഇങ്ങനെ ഞാൻ എണ്ണീറ്റ് വരുമ്പോഴേ എൻ്റെ കൂടെ എണ്ണീക്കുന്നതാണ്. എന്നിട്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിനും അവൾക്ക് ഭക്ഷണം വേണം, അതിന് വേണ്ടി വന്നിരുന്ന് കരയും. അപ്പോൾ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ വേറെ ഒരു തീരുമാനം എടുത്തേക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. തീരുമാനങ്ങൾ ഇപ്പോഴത്തെ അല്ല, ഞാൻ നേരത്തെയും ചെയ്യുന്ന ഒരു ആയിരുന്നു. ഉള്ളിടയ്ക്ക് നിർത്തി വെച്ചതിൻ്റെ മാറ്റങ്ങളാണ് എനിക്ക് വന്നത്, വയറ് ചാടിയത് ഒക്കെ. അപ്പം ഞാൻ എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്ത് കുറച്ച് നാൾ കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കൂടുതലായി ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതൊന്നും എന്നെ ആരും ട്രെയിൻ ചെയ്ത് എനിക്ക്
അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഇത് എൻ്റേതായ രീതിയിൽ നമ്മുടെ യൂട്യൂബിൽ നോക്കിയിട്ട് പല ആൾക്കാരുടെയും വീഡിയോസിൽ നിന്ന് എനിക്ക് പറ്റുന്നത് ഈസി ആയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളതൊക്കെ നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതിൻ്റെ പുറകെ കൂടെ ഒരാൾ ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ട്. അത് എന്നെ ചുമ്മാ ഇതിനകത്ത് നിന്നൊന്ന് ഇതാക്കാൻ വേണ്ടിയാണ്. ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ മോന്. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ കൂടെ. വീഡിയോ ചെയ്യാനായാലും എല്ലാത്തിനും ക്യാമറയൊക്കെ പിടിച്ച് തരുന്നത് അവനാണ്. പിന്നെ എടുത്തു പറയാൻ ഞാൻ ഈ ചെയ്യുന്ന എക്സർസൈസുകൾക്കൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇത് എന്താണെന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ ഞാനൊരു അമ്മയാണ്. 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അതിൻ്റേതായ ചില ഇതൊക്കെ എനിക്ക് കാണും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഇന്നെനിക്ക് ഞാൻ എക്സർസൈസ് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, മോന്. അവൻ എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂളിൽ യോഗയും മെഡിറ്റേഷനും എക്സർസൈസും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൻ എൻ്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അമ്മ ഇങ്ങനെ ചെയ്യണം, ആ രീതി ചെയ്തില്ലെങ്കിൽ അമ്മയുടെ ബോഡിക്ക് തന്നെ അത് ദോഷമാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞെനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആളെനിക്ക് ട്രെയിൻ തരുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ എക്സർസൈസുകൾ തന്നെയായിരുന്നു ഞാൻ നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ലിമ്മായിട്ടിരിക്കാൻ കാരണം ഈ എക്സർസൈസ് തന്നെയായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൊണ്ടൊരു ഏതാണ്ട് 1 വർഷത്തോളമായി ഞാനിത് ചെയ്യാതിരുന്നിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ ചീർക്കാൻ തുടങ്ങി. കുഴഞ്ഞ് നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കിനും കുഴഞ്ഞു. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാൾ പുഷപ്പാണ്. സാധാരണ ഞാൻ അല്ലാത്ത പുഷപ്പ് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പം ഞാൻ വാൾ പുഷപ്പാക്കി. അപ്പം ഒരാൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടേ ഇരിക്കുക. എങ്ങനെയോ മുക്കി മൂളിയൊക്കെ 10 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര പാട്. വണ്ണം വെക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അണപ്പും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വാൾ പുഷപ്പും കൂടെ എടുത്ത് എൻ്റെ ആ ഒരു എക്സർസൈസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നത്തേത്. ഞാൻ വീടിൻ്റെ പുറകിൽ നിന്നാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ. പിന്നെ അതാണ്ട് ഈ ഒരു ഭംഗിയുണ്ട്, അതും കൂടി ഇത് കാണാമല്ലോ നിങ്ങളെ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിന്ന് എക്സർസൈസ് ചെയ്യാനും കാരണം ഇത് തന്നെയാണ്. ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ട് ചെയ്യാമല്ലോ. നല്ല രസമാണ് കാണാൻ കേട്ടോ. നേരിട്ട് തന്നെ ഒന്ന് കാണണം. ഞാൻ നിങ്ങളെ അന്ന് കൊണ്ട് കാണിച്ചില്ലേ വെള്ളം പറ്റി കിടക്കുന്ന നമ്മുടെ പാവുമ്പ. ആ പാവുമ്പയുടെ രാവിലത്തെ വ്യൂ ആണിത് കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ്. നേരിട്ടൊന്ന് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ രാവിലെ വീടിൻ്റെ ബാക്കിൽ വന്ന് ഇന്ന് എക്സർസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അകത്ത് കയറി കാപ്പിയൊക്കെ കൊടുക്കാനും ഒക്കെ തുടങ്ങുകയാണ്. ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള അച്ഛനും മോനും കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അണ്ണന് കൊണ്ടുപോകാനുള്ള കാപ്പിയും കൂടെ ഒന്ന് പാക്ക് ചെയ്യണം. നമ്മളെന്നല്ല, ഞാനൊരിക്കലും വിചാരിച്ചതല്ല എനിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇങ്ങനെ രാവിലെ വെപ്രാളം പിടിക്കുന്നത്. അച്ഛനെ പറഞ്ഞു വിടാനായാലും എന്നെ സ്കൂളിൽ പറഞ്ഞു വിടാനായാലും വെപ്രാളം പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫിലേക്കും വരുമ്പം അതിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തോ പോലെയാണ്. നമ്മളും കുഞ്ഞിലെ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. നമ്മുടെ അമ്മമാർ നമ്മളെ ഒരുക്കി വിടാനൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഓരോ അമ്മമാരും ഓരോ മക്കളുമാരുടെയും പുറകെ കിടന്ന് ഓടുന്നത്. അതെ, നമ്മുടെ പുറകിൽ നമ്മുടെ അമ്മമാരിങ്ങനെ തന്നെയല്ലേ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്നതിനും സ്കൂളിൽ പറഞ്ഞു വിടുന്നതിനും പഠിക്കുന്ന കാര്യത്തിലും എല്ലാം ഇതേപോലെ തന്നെയല്ലായിരുന്നു. പറഞ്ഞ് കാര്യങ്ങൾ മാറിപ്പോകുന്നു. അപ്പം ഒരാൾ പോയിട്ടുണ്ട്, ചോറും കാപ്പിയും ഒക്കെ ആയിട്ട് ഒരാൾ പോയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. ആൾ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വണ്ടിയാണ് ഓടിക്കുന്നത്. അപ്പോൾ രാവിലെ ആളിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആളൊരു 6:30 7 മണിക്കുള്ളിൽ പോകും. അത് കഴിഞ്ഞതിന് ശേഷം പാർത്തമ്മോനെ പറഞ്ഞു വിടണം. അവൻ്റെ വണ്ടി രാവിലെ 7:45 വരും. അപ്പം ഞാനിങ്ങനെ അകത്ത് വന്നപ്പോഴത്തേക്കിനും ഒരാൾ ടി വിക്കകത്ത് തന്നെ കണ്ണും നട്ടിങ്ങനെ ഇരിക്കുകയാണ് കഴിക്കാതെ. അപ്പം നമ്മളവിടെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു 10ാം ഉത്സവത്തിൻ്റെ ആറാട്ട് കണക്കാണ്. ഇടിയും പൊടിയും കമ്പവും പൂരവും കമ്പവും വെടിക്കെട്ടും ചെണ്ടമേളവും വാദ്യവും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളെല്ലാം പറഞ്ഞു വിടുന്നതല്ലേ. അപ്പം മോൻ്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങൾ നമ്മൾ ചാർട്ട് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലും പക്ഷേ ആ ചാർട്ടിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് മടി പിടിച്ച ചില ദിവസങ്ങൾ കാണുമല്ലോ. അങ്ങനെ മടി പിടിച്ച ദിവസങ്ങളിൽ ഞാൻ അന്നാണ് യൂണിഫോം അയൺ ചെയ്യുന്നത്. അങ്ങനെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളിപ്പോഴും ടി വിക്കകത്ത് തന്നെ കണ്ണും നട്ടാണ് ഇരിക്കുന്നത്. എന്തോ ഓഗിയൻ കോക്രോച്ചാന്ന് തോന്നുന്നു കാണുന്നത്. ആണ്ടെ നോക്ക്, യൂണിഫോം ഇടുന്നത് പോലും ടി വിക്കകത്ത് നോക്കിക്കൊണ്ടാണ്. പിന്നെ ഞാനെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു. അവൻ ലഞ്ച് ബാഗ് കൊണ്ടുപോകത്തില്ല. അവനിപ്പോൾ ലഞ്ച് ബാഗ് കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. അതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബാഗ് ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാൻ ബാഗിനകത്തെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒറ്റയ്ക്കാവും. പിന്നെ പാർത്തമ്മോനും കൂടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് ഉമ്മയൊക്കെ തന്ന് ടാറ്റയൊക്കെ തന്ന് പോവാം. പക്ഷേ ആൾ ബാഗ് എടുക്കാൻ മറന്നുപോയി. പിന്നെ തിരിഞ്ഞ് വന്ന് ബാഗൊക്കെ എടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഓപ്പോസിറ്റായിട്ട് അവിടെ നിന്നാണ് വണ്ടി കയറുന്നത്. ഇപ്പോൾ സ്കൂൾ ബസ് വരും, അവൻ പോവും. അതുകൂടെ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു ഓൾ.